ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശൽ യോജന പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പരിശോധന 62 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണത്തെ തുടർന്നാണ് പരിശോധന നടക്കുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമായി ഈ എങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ വിജിലൻസ് പരിശോധനയുടെ അടിസ്ഥാനം എന്താണ്? സ്മൃതി, നിലവിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏജൻസികൾ വഴിയാണ്. ഈ ഏജൻസികൾ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകിയതായി വ്യാജമായി അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. ഇവർക്ക് പരിശീലനം പൂർത്തിയതാക്കി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. പിന്നീട് ഇവർക്ക് നിയമനം ലഭിച്ചതായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ നിയമനം ലഭിച്ച സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടുന്നു. അങ്ങനെ ഇവർക്ക് വേണ്ടി കൃത്രിമമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കുന്നു. അങ്ങനെ തട്ടിപ്പ് നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. ഇന്ന് 47 പദ്ധതി നിർവഹണ ഏജൻസികളിലും ഒപ്പം തന്നെ 14 ജില്ലാ നിർവഹണ ഓഫീസുകളിലുമാണ് ഇന്ന് രാവിലെ 10:30 മുതലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന. അത് ഓപ്പറേഷൻ സ്കിൽ ഗാർഡ് എന്ന പേരിലാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 62 സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു. പ്രധാനമായും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 60%, ഈ പദ്ധതിയുടെ 60% കേന്ദ്ര വിഹിതവും ബാക്കി 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ്. ഇത് ഏജൻസികൾ വഴി നടപ്പിലാക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഏജൻസികൾ മുഖാന്തരം നടപ്പിലാക്കുന്നതിൽ ജില്ലാ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്താണെങ്കിലും അതിന്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ 62 ഇടത്താണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്.